ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് സാങ്ച്വറി ഓഫ് മ്യൂസിയം കാണാനാണ്. എനിക്ക് ഈ മ്യൂസിയത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷേ നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ ചരിത്രവും വർത്തമാനകാലവും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ടിക്കറ്റ് എടുക്കുന്നതിലൊരു കൺഫ്യൂഷൻ. ഇവിടെ പ്രായവും നീളവും ഒക്കെ നോക്കി ഓരോ കാറ്റഗറി ആയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം മിയെ കണ്ടപ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ ടിക്കറ്റ് വേണമെന്നൊരു സംശയം. അതിന് വന്ന് ഹൈറ്റ് നോക്കുകയാണ്. മിയെ എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി, അമ്മേ ഇനി എന്നെ കയറ്റത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവർക്കും കൊച്ചുകുട്ടികളുടെ ടിക്കറ്റ് തന്നെ മതി. ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവർ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരനാണ് ഈ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. നമ്മൾ ട്രാവൽ ഏജൻസി വഴിയാണല്ലോ പോയത്. ഇതുവരെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ബെന്നീസ് എന്ന് പറയുന്നൊരു ട്രാവൽ ഏജൻസി വഴിയാണ് നമ്മൾ ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തതും പോയതും. നല്ല സർവീസൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ പോവുകയാണ്. ഈ നാട്ടുകാർ എന്തുകൊണ്ടും പണം ഉണ്ടാക്കുന്ന ഒരാൾക്കാരാണ്. അവർ ഗസ്റ്റുകളെ വെൽക്കം ചെയ്യുന്നു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ അവർക്ക് എന്തൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കാവോ അതെല്ലാം വെച്ച് പൈസ ഉണ്ടാക്കുന്നു. ഈവൻ ആടുകളെ ഫീഡ് ചെയ്യാനായിട്ട് അവർ 25 ബാത്ത് തൊട്ട് ഈടാക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഈ ആടിനെയും കോഴിയൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അതിനെ ഫീഡ് ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര കാര്യമായിട്ട് അവർ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങുകയും അത് ആടുകളെ തീറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുതിരവണ്ടിയിൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതിന് 100 ബാത്ത്. അങ്ങനെ എന്തുകൊണ്ടും എവിടെയും പൈസ ഉണ്ടാക്കാൻ മൈൻഡുള്ള ആൾക്കാരാണ് ഇവർ കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഓരോ ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് പോകുന്നത്. നമ്മൾ വന്ന സമയം ഇവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി 2:30, 1:30 അങ്ങനെ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഇന്ത്യൻസിനെ നമുക്കധികം കാണാൻ പറ്റിയില്ല. കൂടുതലും ചൈനക്കാരാണ് ഉണ്ടായിരുന്നത്. ചൈന, കൊറിയൻ ആ ഒരു രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാർ. നമ്മുടെ കൂടെ ഓരോ ഗൈഡ് വരും. അത് ഇംഗ്ലീഷ് കാറ്റഗറി, കൊറിയൻ കാറ്റഗറി, ഓരോ ഭാഷ സംസാരിക്കുന്നവരായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ചൈനീസ് അറിയാവുന്നവരെയാണ് ആദ്യം കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, പിന്നെ ഓരോ ഭാഷകൾ. ഈ ഒരു മ്യൂസിയം വരുന്നത് കടൽ തീരത്തായിട്ടാണ്. നമ്മളൊരു കുന്നിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട്. നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡ് ഉണ്ട്. പുള്ളിക്കാരുടെ പേര് പറഞ്ഞത് ഡായെന്ന. 2 ലെറ്ററേ ഉള്ളൂ ആ വീടിന്, DA. നല്ല പേരല്ലേ. ആളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താണ് താഴേക്ക് പോകുന്നത്. നമ്മൾ പോയി കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവർ ഹെൽമെറ്റ് തരുന്നുണ്ട്. കാരണം ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത, ഇതിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. ഇതിൽ നമ്മുടെ മരങ്ങളുടെ തടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു ആണി പോലും ഇതിന് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ വെൽക്കം ടു പുതിയ എപ്പിസോഡ് ഓഫ് പട്ടായ വ്ളോഗ്സ്. തൊപ്പിയും വെച്ച് മ്യൂസിയം കാണാനായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇതിൻ്റെ ഇടയ്ക്ക് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിർത്തിയിട്ടില്ല. വിശപ്പൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. കാരണം അമ്മാതിരി തീറ്റിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. പിന്നെ അതൊക്കെ ദഹിച്ച് വരാൻ സമയം എടുക്കുമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലെത്തി നമ്മൾ വെള്ളമൊക്കെ വാങ്ങാൻ നിന്നാൽ നല്ല റേറ്റാണ്. പലയിടത്തും നോർമൽ വാട്ടറിന് തന്നെ പല റേറ്റാണ് അവർ ഈടാക്കുന്നത്. അതുകൊണ്ട് ജ്യൂസിൻ്റെ ഒന്നും കാര്യം പിന്നെ പറയേ വേണം. അങ്ങനെ പടിക്കെട്ടുകളെല്ലാം ഇറങ്ങി ഒരു പാലമൊക്കെ കയറി നമ്മൾ വന്ന് കയറിയിരിക്കുന്നത് ഒരു വർക്ക്ഷോപ്പിലാണ്. ഇവിടാണ് ആളുകൾ ഇരുന്ന് പണിയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇവിടെ വന്നപ്പം ഈ തടിയുടെ കൊത്തുപണികളെല്ലാം അവർ വളരെ ഈസി ആയിട്ടിരുന്ന് ചെയ്യുകയാണ്. ഈ വർക്ക്ഷോപ്പിന്റെ തന്നെ ഓരോ ഭാഗത്തെത്തുമ്പോഴും ഗൈഡ് നിന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സംഭവം ഇത് കേട്ടോ. കാരണം വർഷങ്ങളായിട്ടൊരു മ്യൂസിയം പണിതുകൊണ്ടിരിക്കുന്നു. അതിതുവരെ പണി തീർന്നില്ല. ഇനിയും വർഷങ്ങൾ ഇത് പണി തീരാൻ എടുക്കും. പിന്നെ ഒരാണി പോലും ഉപയോഗിക്കാത്ത പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിച്ച ഒരു മ്യൂസിയം. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഈ മ്യൂസിയം കാണണ്ടെങ്കിൽ ആനസവാരി പോകാം, കുതിരസവാരി പോകാം. അതെല്ലാം അവർ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടുകാർ അവർക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം വെച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സോഴ്സ് ഉണ്ട്. ഇവിടേക്ക് കയറിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അതാണ്. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ പിന്നിട്ട് ഞങ്ങൾ ഇതേ സാങ്ച്വറി ഓഫ് മ്യൂസിയത്തിലേക്ക് കടക്കുകയാണ്. ഇത് വേറൊരു ലോകം തന്നെയാണ്. കൊത്തുപണികളുടെയും കലകളുടെയൊക്കെ ഒരു അത്ഭുത ലോകം. ഇവിടെ കുറേ കലാകാരന്മാർ ഒരുപാട് വർഷങ്ങളെടുത്ത്, ഇനി ഒരുപാട് വർഷങ്ങളെടുത്ത് പണിയേണ്ട ഒരു മ്യൂസിയം. ഇതുവരെ പണിത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നും. കാരണം അത്രയ്ക്കധികം ചിത്ര കലകളാണ് ഇവിടെ കാണുന്നത്. ചിത്രം എന്ന് വെച്ചാൽ കൊത്തുപണികൾ ചെയ്ത്, ഇത് വരച്ചിട്ടാണല്ലോ ഇത് കൊത്തുന്നത്.
അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരുപാട് വർഷത്തെ ഒരു പ്രയത്നമാണിത്. കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെ. അങ്ങനെ സമയം 4:30 ആയിട്ടുണ്ട്. നമ്മളിതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് മാതളനാരങ്ങയൊക്കെ കുറേ പിടിച്ച് നിൽക്കുന്നത് കണ്ടത്. നമ്മുടെ നാടാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ, കാരണം വാഴയും മാവും മുരിങ്ങയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, എങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോകാമെന്ന് കരുതി ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ മെനു നോക്കിയിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ റൈസും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാണുന്നതാണ് റൈസും ചിക്കൻ കറിയും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുക്കുംബർ അരിഞ്ഞതും ഒക്കെ തന്നിട്ടുണ്ട്. റൈസും ചോറും കൂടെ കിടിലൻ ടേസ്റ്റ്, നമ്മുടെ ചില്ലി ചിക്കൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റ് എന്ന് പറയാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ ലൈഫിൽ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഫുഡാണ് തായ് ഫുഡ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ 7-Eleven വന്നു. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് പട്ടായയുടെ മെയിൻ 7-Eleven. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു ട്യൂണയുടെ സാൻഡ്വിച്ച് വാങ്ങിച്ചു. ട്യൂണ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കത്തില്ല എന്ന്. പക്ഷേ ആദ്യം ഹസ്ബൻഡ് കഴിച്ചിട്ട് പറഞ്ഞു സംഭവം കിടിലനായിട്ടുണ്ട്. നെക്സ്റ്റ് വാങ്ങിച്ചത് ഈ കാണുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു ബൺ ടൈപ്പാണ്. നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് അവരോടൊന്ന് ചൂടാക്കി തരാൻ പറയണം. അപ്പം ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതിൻ്റെ മുകളിൽ നല്ല മധുരമൊക്കെ ഉണ്ടായിട്ട് എന്തൊക്കെയാണ് ഫില്ല് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്ന് ചെറിയൊരു റെസ്റ്റിന് ശേഷം ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പട്ടായ ലോക്കൽ മാർക്കറ്റ് കറങ്ങാൻ പോവാണ്. പിന്നെ പലപ്പോഴായിട്ട് പണ്ടൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ടോപ്പാണ് ഇന്നിപ്പോൾ വൈകിട്ട് കറങ്ങാൻ പോകാൻ നേരത്തെ ഇട്ടത്. ഇത് എന്ന് വാങ്ങിയതാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു 2-3 വർഷമെങ്കിലും ആയി. 100 രൂപയ്ക്ക് കിട്ടിയതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരു നെറ്റ് ടൈപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ അങ്ങനെ ഇടാറുമില്ല, ഇട്ടിട്ടുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പം ഇന്നിത് ഇട്ടാന്ന് തോന്നി. ഞങ്ങൾ പട്ടായ സിറ്റി നടന്ന് കാണാൻ പോവാം. ഇന്നലെ പോയി, മെനഞ്ഞാന്ന് പോയി, ഇപ്പോൾ ഇന്നും പോകാൻ പോവാണ്. ഇന്നും കൂടെ ഉള്ളൂ. നാളെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോകും. അപ്പോൾ ഈവനിങ് ആണ്. ഇവിടുത്തെ ഈവനിങ് ലൈഫ് അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. ഫുഡ് എല്ലാമായിട്ട്. സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അധികം രാത്രിയായിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും കൂടെ നടന്ന് ഏതെങ്കിലും ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ സ്ട്രീറ്റിലോ ഒക്കെ പോകാനാണ് പ്ലാൻ. നമ്മൾ ഈ ഹോട്ടലിൽ വന്നിട്ട് 3 ദിവസമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്നത്. എന്തായാലും നല്ല സർവീസും കാര്യങ്ങളുമാണ്. LK സെലസ്റ്റേറ്റ് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. ഇതും ബെന്നീസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസിലും വേരിയേഷൻ കാണും. നമ്മൾ ഫോറിനേഴ്സ് കൂടുതൽ വരുന്ന സ്ഥലത്ത് പോയാൽ അവിടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലായിരിക്കും. പക്ഷേ ഈ ലോക്കൽസ് വരുന്ന സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ അവിടെ റേറ്റ് കുറവായിരിക്കും. ഇവിടെ ഒരുപാട് തരം വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ തന്നെ പലതരം വെറൈറ്റികൾ. ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിച്ചു. നമ്മൾ ഹോട്ടലിൽ നിന്നും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ദുരിയാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രൈ ചെയ്യാൻ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇത് വിൽക്കുന്ന കടയുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ്. ആ സ്മെല്ല് കാരണം നമുക്കത് വാങ്ങിച്ച് കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തില്ല. പിന്നെ ഇവിടെ എല്ലാത്തിനും വിലയും കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതരം ഗ്രിൽഡ് ഐറ്റംസ്. നമ്മളിത് ഇവിടുന്ന് ഒരു ബൺ വാങ്ങിച്ചു. ഈ ബണ്ണിനകത്ത് ഫില്ലിങ് വന്നുകൊണ്ടിരുന്നത് കോക്കനട്ടും ഷുഗറും ഒക്കെയാണ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ട്രീറ്റ് ആണെന്നാണ് ഈ ഒരു സ്ട്രീറ്റിനെ പറയുന്നത്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. നമുക്ക് മലബാർ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു വരേണ്ടി വന്നു. ഈ സ്ഥലത്തൊക്കെ ഇന്ത്യൻ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യക്കാർ ഇവിടെ ഒരുപാടുണ്ടെന്ന്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. നമുക്കിങ്ങനെ നടന്നു പോകാവുന്നതും കാഴ്ചകൾ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സ്ഥലത്ത് വളരെ വിലക്കുറവായിട്ട് എനിക്ക് തോന്നി. ഇത് കണ്ടോ, ചിക്കൻ ബ്രോസ്റ്റഡ് ഐറ്റംസ്, വിങ്സ് ഉണ്ട്. അതിനൊക്കെ ഒരു പീസിന് 5 രൂപയാണ് വരുന്നത്. 5 രൂപയല്ല, 5 ബാത്ത്. 5 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 15 രൂപയ്ക്ക് ചിക്കൻ വിങ്സ് ബ്രോസ്റ്റഡ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. തായ്ലൻഡിലെ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ചീപ്പുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എനിക്കതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്കധികം വിശപ്പും തോന്നത്തില്ല. നല്ല നീറ്റായിട്ടാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതും നമുക്ക് തരുന്നതും ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാനും തോന്നും. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.